കെഎസ്ഇബിയുടെ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് വിരുദ്ധ സമീപനത്തിനെതിരെ ശക്തമായ സമരപരിപാടികളുമായി സിഒഎ രംഗത്ത്. ഈ മാസം 17 മുതൽ 21 വരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരപരമ്പര, 13-ന് സംസ്ഥാന വ്യാപകമായി ജില്ലാ കേന്ദ്രങ്ങളിലെ കെഎസ്ഇബി ഓഫീസുകൾക്ക് മുന്നിലും സമരം. കേരളത്തിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കേബിൾ ടിവി മേഖലയിൽ വൈദ്യുതി പോസ്റ്റ് വാടകയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന തർക്കങ്ങളുടെ ഭാഗമായാണ് സിഒഎയുടെ സമരപ്രഖ്യാപനം. കെഎസ്ഇബി പോസ്റ്റുകളിലൂടെ വലിക്കുന്ന കേബിളുകൾക്ക് അധിക നികുതി ഈടാക്കുന്നതിനെതിരെ 2021-ൽ സംഘടന സർക്കാരിന് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ നിരക്ക് കുറച്ച് സർക്കാർ ഉത്തരവിറക്കിയിരുന്നുവെങ്കിലും ടെലികോം മേഖലയിലുള്ള കുത്തക കമ്പനികൾക്ക് സഹായകമാകും വിധം കേബിൾ ടിവി ഓപ്പറേറ്റർമാരിൽ നിന്ന് അധിക തുക ഈടാക്കി അവരെ ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സർക്കാർ കുറച്ച പോസ്റ്റ് വാടകയുടെ ഗുണം ഓപ്പറേറ്റർമാർക്ക് ലഭിക്കുന്നില്ലെന്ന് മാത്രമല്ല, നിരക്ക് കൂടുതൽ വർദ്ധിപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ കെഎസ്ഇബി ഉദ്യോഗസ്ഥർ നടത്തിവരുന്നതെന്നും കേരളത്തിലെ ചെറുകിട കേബിൾ ടിവി ഓപ്പറേറ്റർമാരെ പ്രതിസന്ധിയിലാക്കുന്ന ഈ നടപടിക്കെതിരെയാണ് ഈ മാസം 13-ന് സംസ്ഥാന വ്യാപകമായി ജില്ലാ കെഎസ്ഇബി ഓഫീസുകൾക്ക് മുൻപിലും 17 മുതൽ 21 വരെ 5 ദിവസം സെക്രട്ടേറിയറ്റിന് മുൻപിലും സമര പരമ്പര നടത്തുന്നതെന്ന് സിഒഎ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുരേഷ് പറഞ്ഞു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേബിൾ ടി വി മേഖലയിൽ ഇലക്ട്രിക് പോസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. കെഎസ്ഇബി പോസ്റ്റിലൂടെ വലിക്കുന്ന കേബിളുകൾക്ക് അധിക നിരക്ക് ഈടാക്കിക്കൊണ്ട് വൻകിട ടെലികോം മേഖലയിലുള്ള പ്രൊവൈഡർമാർക്ക് മൊബൈൽ സേവനം കൊടുക്കുന്നതിന് ഉള്ള അധിക തുകയാണ് കേബിൾ ടി വി ഓപ്പറേറ്റർമാർക്ക് ഈടാക്കാൻ വേണ്ടി ഇപ്പോൾ ഈ കെഎസ്ഇബി ഉദ്യോഗസ്ഥർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഒരു പോസ്റ്റിൽ കൂടി ഒന്നിൽ കൂടുതൽ കേബിളുകൾ വലിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അധിക നിരക്ക് കൂടി ഈടാക്കാനാണ് ഇപ്പോൾ കെഎസ്ഇബി ഉദ്യോഗസ്ഥർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഒരുപാട് നിവേദനങ്ങൾ ഗവൺമെന്റ് തലത്തിൽ കൊടുത്തുവെങ്കിലും ഇതുവരെ അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. ഈ സന്ദർഭത്തിലാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രത്യക്ഷ സമര പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. കേരളത്തിലെ ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരോടും ഈ മേഖലയോടും സർക്കാർ കാണിക്കുന്ന സമീപനത്തിൽ മാറ്റം വരുത്തണമെന്നും കേബിളുകൾ മുറിച്ചു മാറ്റുന്നത് അടക്കമുള്ള നീക്കങ്ങളിൽ നിന്ന് കെഎസ്ഇബി പിന്മാറണമെന്നും സിഒഎ ആവശ്യപ്പെട്ടു. കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ചുരുങ്ങിയ നിരക്കിൽ ടെലിവിഷനും ഇന്റർനെറ്റും ഇന്ന് ലഭ്യമാകുന്നത് കേബിൾ ടി വി ഉള്ളതുകൊണ്ടാണെന്നും എന്നാൽ അതിന് സാധ്യമാകാത്ത അവസ്ഥയാണ് ഉണ്ടാകാൻ പോകുന്നതെന്നും കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹനൻ പറഞ്ഞു. ആയിരക്കണക്കിന് ആളുകളുടെ തൊഴിൽ സുരക്ഷിതത്വം കൂടിയാണ് ഇതുവഴി നഷ്ടമാകുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വൈദ്യുതി പോസ്റ്റുകളിൽ കൂടി കേബിൾ വലിക്കുന്നതിന് സർക്കാർ അനുവദിച്ചിട്ടുള്ള കുറഞ്ഞ നിരക്ക് അനുവദിക്കുന്നതിന് സമ്മതിക്കുന്നില്ല എന്നത് കൂടാതെ വലിക്കുന്ന ഓരോ കേബിളിനും അധിക നിരക്ക് ആവശ്യപ്പെടുകയും അതോടൊപ്പം തന്നെ കേബിൾ ടി വിക്കും ബ്രോഡ്ബാൻഡിനും വെവ്വേറെ നിരക്ക് വേണമെന്നുള്ള വിചിത്രമായ ആവശ്യമാണ് കെഎസ്ഇബി ചെറുകിട കേബിൾ ടി വി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഓപ്പറേറ്റർമാരോട് പുലർത്തുന്നത്. അതേസമയം ജിയോ പോലുള്ള വൻകിട കമ്പനികൾക്ക് വലിയ നിരക്ക് ഇളവ് നൽകിക്കൊണ്ട് ഏത് രീതിയിലും കേരളത്തിൻ്റെ വൈദ്യുതി പോസ്റ്റുകൾ അടക്കം ഉപയോഗിക്കാനുള്ള സർവ്വ സ്വാതന്ത്ര്യവും നൽകുകയാണ്. അപ്പോൾ ഈ ഇരട്ടത്താപ്പ് തുടരുന്നത് കേരളത്തിലെ ചെറുകിട കേബിൾ ടി വി മേഖലയുടെ മുന്നോട്ടുള്ള പോക്കിനെ ബാധിക്കുമെന്നത് മാത്രമല്ല, ആയിരക്കണക്കിന് ഓപ്പറേറ്റർമാരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നു എന്നത് മാത്രമല്ല, ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന 10,000-കണക്കിന് ആളുകളുടെ തൊഴിൽ സുരക്ഷിതത്വം കൂടെയാണ് നഷ്ടമാകുന്നത്. ടിസിവി ന്യൂസ്, തൃശൂർ.